അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2015. കുരുമുളകിനെ ദേശീയ പുഷ്പമാക്കിയ രാജ്യം? ഉത്തരം ലൈബീരിയ. മഡഗാസ്കറിന്റെ ദേശീയ പുഷ്പം ഏത്? ഉത്തരം ഗുൽമോഹർ. ജനവാസമില്ലാത്ത ഭൂഖണ്ഡം? ഉത്തരം അന്റാർട്ടിക്ക. ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ഉത്തരം ശാന്തസമുദ്രം. കേരളത്തിൽ ഏറ്റവും ആദ്യമുണ്ടായ വലിയ വെള്ളപ്പൊക്കം ഏതാണ്? ഉത്തരം മലയാള വർഷം 1999 വെള്ളപ്പൊക്കം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഉത്തരം മൗണ്ട് എവറസ്റ്റ്. സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിലാണ് ചുവന്ന മണ്ണ് വ്യാപകമായി കാണപ്പെടുന്നത്? ഉത്തരം ചൊവ്വ. പെറുവിന്റെ ദേശീയ വൃക്ഷം ഏതാണ്? ഉത്തരം സിങ്കോണ. മാലിദ്വീപുകളുടെ ദേശീയ വൃക്ഷം ഏത്? ഉത്തരം തെങ്ങ്. ഏറ്റവും ഉയരമുള്ള കൊടുമുടി? ഉത്തരം എവറസ്റ്റ്. കേരളത്തിലെ മഴക്കാലത്തെ എത്രയായി തിരിക്കാം? ഉത്തരം 3. ഇടവപ്പാതി, തുലാവർഷം, വേനൽമഴ. പുതുമഴയ്ക്ക് പ്രത്യേക ഗന്ധമുണ്ട്. എന്താണ് അതിന് കാരണം? ഉത്തരം മണ്ണിലുള്ള സ്ട്രെപ്റ്റോമൈസൈറ്റ് എന്ന ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന രാസവസ്തുക്കൾ. എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത് ആരെല്ലാമാണ്? ഉത്തരം എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും 1953 മെയ് 21. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം കേരളം, തമിഴ്നാട്, കർണാടകം, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഡെറാഡൂൺ. ബീഹാറിന്റെയും ഗോവയുടെയും ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം കാട്ടുപോത്ത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ് അഥവാ കോഴിപ്പാമ്പ്. കേരളത്തിൽ ഏകദേശം എത്ര മില്ലിമീറ്ററോളം മഴ ലഭിക്കുന്നു? ഉത്തരം 3107.5 മില്ലിമീറ്റർ. മഴമരം എന്ന മരം ഏത് രാജ്യത്താണ് ഉള്ളത്? ഉത്തരം ജമൈക്ക. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനം ഏതാണ്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. യൂട്രോഫിക്കേഷൻ എന്നാൽ എന്താണ്? ഉത്തരം ജലജന്തു ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന പ്രക്രിയ. പെലിക്കൺ എന്ന വലിയ നീർപ്പറവയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രജനന കേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഇന്ദുചൂടൻ. ഭാരത സർക്കാർ ദേശീയ ജലവർഷമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2007. ജലത്തിന്റെ ഘടന കണ്ടെത്തിയത് ആരാണ്? ഉത്തരം 1783 ഹെൻറി കാവൻഡിഷ്. ജനസംഖ്യ കൂടിയ ഭൂഖണ്ഡം? ഉത്തരം ഏഷ്യ. ഇന്ത്യയിലെ വിഷമില്ലാത്ത നീളം കൂടിയ പാമ്പ് ഏതാണ്? ഉത്തരം പൈത്തൺ റെറ്റിക്കുലേറ്റസ്. ഏറ്റവും വലിയ തടാകം? ഉത്തരം കാസ്പിയൻ കടൽ. 14 വർഷത്തോളം കാര്യമായ മഴ ലഭിക്കാതിരുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ചിലിയിലെ അരിക്ക. എവിടെയാണ് ക്ലൗഡ് സീഡിങ്ങിനെ ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ചത്? ഉത്തരം 1946 അമേരിക്കയിൽ ശാസ്ത്രജ്ഞരായ ഇർവിംഗ് ലാങ്മോറും സഹായി വിൻസെന്റ് ഷേഫറും. കൽപ്പന 1 ഇന്ത്യയുടെ ഉപഗ്രഹമാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഉപഗ്രഹം അയച്ചത്? ഉത്തരം കാലാവസ്ഥാ നിരീക്ഷണം. ഭൂമിയിലെ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് എവിടെയാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ലോകത്ത് ഏറ്റവും കൂടുതൽ കടിയേൽക്കുന്ന കടൽ പാമ്പ് ഏതാണ്? ഉത്തരം വലിയ കടിയൻ പാമ്പ്. ജലത്തിന്റെ രാസപ്രതീകം? ഉത്തരം H2O. അച്ഛനില്ലാത്ത പാമ്പ് എന്ന് വിളിപ്പേരുള്ള പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. വെള്ളം ചൂടുകൊണ്ട് നീരാവിയാക്കുന്നത് ഏതു പേര് വിളിക്കാം? ഉത്തരം ബാഷ്പീകരണം. എവറസ്റ്റിനെ ടിബറ്റ്, നേപ്പാൾ അതിർത്തിയിലുള്ളവർ വിളിക്കുന്ന പേര്? ഉത്തരം സാഗരമാത. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും യോജിച്ച മണ്ണ്? ഉത്തരം പീറ്റ് മണ്ണ്. ശ്രീലങ്കയുടെ ദേശീയ വൃക്ഷം ഏതാണ്?
ഉത്തരം നാങ്ക്. പെട്ടെന്ന് പ്രകോപിതമാകാത്ത വിഷപ്പാമ്പ് ഏതാണ്? ഉത്തരം രാജവെമ്പാല. 2006 യുനെസ്കോയുടെ ഇന്റർനാഷണൽ പ്രോഗ്രാം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പുരസ്കാരം ലഭിച്ച മലയാള മനോരമയുടെ പദ്ധതി ഏതാണ്? ഉത്തരം പലതുള്ളി. എവറസ്റ്റിനെ ടിബറ്റുകാർ വിളിക്കുന്ന പേര്? ഉത്തരം ചോമോലുങ്മ. നവധാന്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം നെല്ല്, ഗോതമ്പ്, തുവര, ചെറുപയർ, മുതിര, കടല, ഉഴുന്ന്, എള്ള്, യവം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന 2 രാസവളങ്ങൾ? ഉത്തരം യൂറിയ, അമോണിയം സൾഫേറ്റ്. ഹരിയാന, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം കൃഷ്ണമൃഗം. പാലസ്തീന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ഉത്തരം ഒലിവ്. ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം നൈൽ. ഇണ ചേരാതെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. ഇടവപ്പാതി ഏത് മാസത്തിലാണ് എത്തുന്നത്? ഉത്തരം ജൂൺ ആദ്യവാരം മുതൽ സെപ്റ്റംബർ വരെ. ചേസിംഗ് ദ മൺസൂൺ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ ഫ്രേറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഉത്തരം എറണാകുളം ജില്ലയിലെ നേര്യമംഗലം. അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം ഓസ്ട്രേലിയ. കാറ്റ്, മഞ്ഞുവീഴ്ച, മേഘങ്ങൾ, ഇടിമിന്നൽ ഇവയെല്ലാം ഉണ്ടാകുന്നത് എവിടെയാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയറിൽ. പാം ഓയിൽ എന്ന ഭക്ഷ്യ എണ്ണയുടെ സ്രോതസ്സായ വൃക്ഷം ഏതാണ്? ഉത്തരം എണ്ണപ്പന. ഏറ്റവും വലിയ മരുഭൂമി? ഉത്തരം സഹാറ. കൃത്രിമമായി മഴ പെയ്യിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്ന തണുത്തുറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ്, സിൽവർ അയഡൈഡ് എന്ന രാസവസ്തുവിന്റെ തരികൾ എന്നിവ വിമാനങ്ങളിൽ കൊണ്ടുപോയി മേഘങ്ങളിൽ വിതറും. ഇതിനെ ക്ലൗഡ് സീഡിംഗ് എന്നാണ് പറയുന്നത്. ഭൂമിയിൽ പതിക്കുന്ന മഴത്തുള്ളിയുടെ വേഗം എത്രയാണ്? ഉത്തരം 8 മുതൽ 10 കിലോമീറ്റർ വരെ. കേരളത്തിന്റെ വിസ്തൃതിയുടെ 27% ഏത് മണ്ണാണ്? ഉത്തരം വനമണ്ണ്. 1971 ഇംഗ്ലണ്ടിൽ സ്ഥാപിക്കപ്പെട്ട പരിസ്ഥിതി മർദ്ദ സംഘടന ഏതാണ്? ഉത്തരം ഫ്രണ്ട്സ് ഓഫ് ദി എർത്ത്. എന്താണ് ഖനജലം? ഉത്തരം ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയവും ഓക്സിജൻ ചേർന്ന ജലമാണ് ഖനജലം. ഹാംഗാൾ ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗമാണ്? ഉത്തരം കാശ്മീരിന്റെ. ഇന്ത്യയിലെ ഏറ്റവും വണ്ണം കൂടിയ പാമ്പ് ഏതാണ്? ഉത്തരം പൈത്തൺ മൊല്യൂറാസ്. മഴയെ സാധാരണയായി വിളിക്കാറുള്ള പേര് എന്താണ്? ഉത്തരം മൺസൂൺ. ഇന്ത്യയുടെ വാട്ടർമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി? ഉത്തരം രാജേന്ദ്ര സിംഗ്. ആദ്യമായി മിനറൽ വാട്ടർ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ വില്യം ബ്രൗൺ റിംഗ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നിശാശലഭം ഏതാണ്? ഉത്തരം ധാന്യശലഭം. എന്താണ് അമ്ലമഴ? ആസിഡിന്റെ അംശം കൂടുതലുള്ള മഴയാണ് അമ്ലമഴ. സൾഫ്യൂരിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെ അംശം ഇതിൽ വളരെയധികം കൂടുതലായിരിക്കും. ഭൂമിയുടെ ഉപരിതല വിസ്തീർണം എത്രയാണ്? ഉത്തരം 51 കോടി ചതുരശ്ര കിലോമീറ്റർ. ഓസോൺ പാളിയുടെ കനം എത്ര യൂണിറ്റിലാണ് കണക്കാക്കുന്നത്? ഉത്തരം ഡോപ്സൺ. ജലത്തിന്റെ ഘടന എങ്ങനെയാണ്? ഉത്തരം ഹൈഡ്രജന്റെ 2 പരമാണുക്കളും ഓക്സിജന്റെ 1 പരമാണുവും നിശ്ചിത രീതിയിൽ കൂടിച്ചേരുന്നു. ഏറ്റവും തെക്കുള്ള തലസ്ഥാന നഗരം? ഉത്തരം ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടൺ. മഴ പെയ്യിക്കാൻ കഴിവുണ്ടെന്ന് പറയുന്നത് ഏത് രാഗത്തിനാണ്? ഉത്തരം അമൃതവർഷിണി. കേരളത്തിലെ ആദ്യ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ആദ്യ കാലാവസ്ഥാ പ്രവചനം ആരംഭിച്ചത് എന്നു മുതലാണ്? ഉത്തരം 1963 മുതൽ. കേരളത്തിലെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തുടങ്ങിയത് ആരാണ്? ഉത്തരം 1836 സ്വാതി തിരുനാൾ. ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ്?
ഉത്തരം 1.3 സെക്കൻഡ്. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ശുദ്ധജല വർഷമായി ആചരിച്ചത് എന്നായിരുന്നു? ഉത്തരം 2003. ഏറ്റവും വലിയ ഭൂഖണ്ഡം? ഉത്തരം ഏഷ്യ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഇടവപ്പാതി കാലവർഷം.